നമസ്കാരം. ഈ സീസണിൽ റിലീസ് ചെയ്ത 3 സിനിമകളുടെ ഫസ്റ്റ് ഡേ ബോക്സ് ഓഫീസ് കണക്കുകൾ, കൃത്യമായിട്ടുള്ള കണക്കുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഒഫീഷ്യൽ എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള കണക്കുകളാണ് ലഭ്യമായിരിക്കുന്നത്. ഈ 3 സിനിമകളിൽ 2 സിനിമകൾ വലിയ പ്രതീക്ഷയുള്ള വലിയ ബഡ്ജറ്റ് ചിത്രങ്ങളും, ഒരെണ്ണം ഉണ്ണിമുകുന്ദന്റെ സിനിമയുമാണ്. ഉണ്ണിമുകുന്ദന്റെ സിനിമ എന്ന് പറയുമ്പോൾ അതൊരു ലോ ബഡ്ജറ്റ് ആണെന്ന് കരുതരുത്. 5 കോടി രൂപയോളം ആ സിനിമയ്ക്കും ബഡ്ജറ്റ് വന്നിട്ടുള്ള ഒരു ചിത്രമാണ്. ഉണ്ണിമുകുന്ദൻ സിനിമകളുടെ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ അത് അത്യാവശ്യം ആ ഒരു റേഞ്ച് തന്നെ കീപ്പ് ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണ്. അപ്പൊ 3 വലിയ ബഡ്ജറ്റ് ചിത്രങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. നായകന്മാരുടെ റേഞ്ച് വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു എന്ന് പറയുമ്പോൾ പലർക്കും ഉണ്ണിമുകുന്ദൻ ഫാൻസ് ഒക്കെ ഇന്നലെ വന്നിട്ട് കുറെ തെറിവിളിയൊക്കെ കണ്ടിരുന്നു. ഉണ്ണിമുകുന്ദന്റെ പടത്തെക്കുറിച്ച് ഞാൻ മോശം അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. മോശം അഭിപ്രായമല്ല പറഞ്ഞത്, നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. അതൊന്നുകൂടി കേട്ടു വെക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പൊ എന്ത് തന്നെയാലും അങ്ങനെയുള്ളൊരു തെറിവിളിയുടെ കാര്യമൊന്നുമില്ല. ഉണ്ണിമുകുന്ദന്റെ സിനിമകളുടെ ബഡ്ജറ്റ് വെച്ചിട്ട് 5 കോടി രൂപ എന്ന് പറയുന്ന ഒരു വലിയ ബഡ്ജറ്റ് തന്നെയാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്ത് തന്നെയാലും ഈ 3 സിനിമകളും റിലീസ് ചെയ്ത് ഫസ്റ്റ് ഡേ തന്നെ വലിയ അഭിപ്രായവും എല്ലായിടത്തുനിന്നും പോസിറ്റീവ് റെസ്പോൺസും കിട്ടിയിരുന്നു. അതിൽ തന്നെ ആവേശം എന്ന് പറയുന്ന സിനിമയ്ക്ക് ഭീകരമായിട്ടുള്ള പബ്ലിസിറ്റി ആണ് കിട്ടിയത്. നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് പോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരു കൂട്ടം വിഭാഗങ്ങളുടെ ഒരു ഡീഗ്രേഡിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഡീഗ്രേഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു വലിയ കൺഫ്യൂഷനായി പോയി ഏത് സിനിമയെ ഡീഗ്രേഡ് ചെയ്യണം എന്നുള്ളത്. കാരണം ഈ പറഞ്ഞ മോഹൻലാൽ ഹേറ്റേഴ്സ് ആയിട്ടുള്ള മമ്മൂട്ടി ആരാധകരാണ് ഈ പറഞ്ഞ സിനിമയ്ക്ക് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയ്ക്ക് ഡീഗ്രേഡ് ചെയ്യാനായിട്ട് വന്നത്. പക്ഷേ ജയ് ഗണേഷ് എന്ന് പറയുന്ന സിനിമയ്ക്കും ഒരു വിഭാഗം ആളുകൾ ഡീഗ്രേഡ് ചെയ്യുന്നത് കണ്ടിരുന്നു. അത് വളരെ ഡീഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലിൽ ഡീഗ്രേഡിംഗ് ആണ്. നമ്മുടെ ചാനലിലൊക്കെ ഞാൻ കമന്റ്സിൽ നോക്കുമ്പോൾ കാണാൻ സാധിച്ചു. അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കാട്ടി കളഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. കാരണം മറ്റുള്ള ചാനലുകളിലും ഇവർ ഇതൊക്കെ തന്നെ കാണിക്കും. എന്ത് തന്നെയാലും ഈ ഒരു കളക്ഷൻ നോക്കുന്ന സമയത്ത് കേരളത്തിലെ കളക്ഷൻ ആയാലും വേൾഡ് വൈഡ് കളക്ഷൻ ആയാലും ആവേശമാണ് 1ാം സ്ഥാനത്തെന്ന് പറയാൻ സാധിക്കാത്ത രീതിയിലുള്ള കണക്കുകളാണ് ലഭ്യമായിരിക്കുന്നത്. എന്നാലും കണക്കുകൾ കൃത്യമായിട്ടുള്ള ഫോട്ടോ ഫിനിഷിംഗ് നോക്കുമ്പോൾ ആവേശം തന്നെയാണ് 1ാം സ്ഥാനത്ത് എന്ന് തന്നെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് മുന്നിൽ നിൽക്കാനുള്ള ഒരു ഘടകം ആവേശം എന്ന് പറയുന്ന സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അത് വിദേശ രാജ്യങ്ങളിൽ റിലീസ് ചെയ്ത സമയത്ത് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയേക്കാൾ കൂടുതലായിട്ടുള്ള കളക്ഷൻ കിട്ടാൻ സാധ്യതയുള്ള ഏരിയകളിൽ ഈ സിനിമയ്ക്ക് റിലീസിംഗ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ പോലുള്ള മലയാള സിനിമകൾക്ക് അത്യാവശ്യം കളക്ഷൻ വരുന്ന, ഇവിടെ ഹിറ്റാവുന്ന സിനിമകൾക്ക് ഏകദേശം 2 കോടിക്ക് മുകളിൽ ഈ പറഞ്ഞ 2 രാജ്യങ്ങളിൽ നിന്നുമായിട്ട് കളക്ഷൻ കിട്ടാറുണ്ട്. അപ്പോൾ ആ രാജ്യങ്ങളിലൊന്നും വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ റിലീസിംഗിന് എത്തിയിട്ടില്ല. അവിടെയെല്ലാം ഈ പറഞ്ഞ ആവേശം എന്ന് പറയുന്ന ഫഹദ് ഫാസിൽ പടം റിലീസിംഗിന് എത്തിയിട്ടുണ്ട്. ജയ് ഗണേശിന് കേരളത്തിന് അപ്പുറത്തോട്ട് റിലീസിംഗ് ഇല്ല എന്നുള്ളതും കൂടി ഇവിടെ എടുത്ത് പറയേണ്ടതുണ്ട്. ചിലപ്പോൾ GCC കൺട്രീസിൽ റിലീസ് ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ അതിന്റെ റിപ്പോർട്ടുകളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. നമ്മൾ ഈ കണക്കുകൾ നോക്കുന്ന സമയത്ത് കേരള ബോക്സ് ഓഫീസിലെ കണക്കുകൾ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫോട്ടോ ഫിനിഷിംഗ് ആണ് അവിടെ നടന്നിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ആവേശം എന്ന് പറയുന്ന സിനിമ ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് 3,65,00,000 രൂപയാണ് എന്നുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ ആദ്യ ദിവസം നേടിയിരിക്കുന്നത് 3,55,00,000 രൂപയാണ്. വലിയ പ്രതീക്ഷയോട് കൂടി വന്ന 2 സിനിമകളാണ്. 2 സിനിമകളും ഒരേ സമയം റിലീസ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഈ 2 സിനിമകൾക്കും 4 കോടിയിൽ താഴെ കളക്ഷൻ പോയത് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഏകദേശം ഒരു 2 ആഴ്ചത്തെ ഡിഫറൻസോ അല്ലെങ്കിൽ ഒരാഴ്ചത്തെങ്കിലും ഡിഫറൻസിലാണ് ഈ 2 സിനിമകളും ഇറങ്ങിയത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2 സിനിമകൾക്കും ഒരു 4.5 കോടിക്ക് മുകളിൽ ഫസ്റ്റ് ഡേ കളക്ഷൻ വന്നേനെ എന്നുള്ളത് ഇവിടെ എടുത്ത് സൂചിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ആവേശം എന്ന് പറയുന്ന സിനിമയുടെ കർണാടക, തമിഴ്നാട്, തെലുങ്ക് കളക്ഷൻ കൂടി പുറത്തു വന്നിട്ടുണ്ട്. തമിഴിൽ നിന്ന് വലിയ കാര്യമായിട്ടുള്ള റിവ്യൂ ആണ് അവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും നമ്പർ 1 റിവ്യൂ ചെയ്യുന്ന ചാനലുകളിൽ നിന്നെല്ലാം തന്നെ ആവേശം എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ വന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ വലിയ പോസിറ്റീവ് റെസ്പോൺസ് ആണ്. 22 ലക്ഷം രൂപയാണ് ഫസ്റ്റ് ഡേ തമിഴ്നാട്ടിൽ നിന്ന് ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചത്. 35 ലക്ഷം രൂപ കർണാടകയിൽ നിന്ന് ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചു. തെലുങ്കിൽ നിന്ന് വെറും 3 ലക്ഷം രൂപ മാത്രമാണ് നേടിയെടുക്കാൻ സാധിച്ചത്. എനിക്ക് തോന്നുന്നത് കർണാടകയിൽ ഇനി പയ്യെ പടം കയറി വരുമെന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും അവിടുത്തെ വിദ്യാർത്ഥികളെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ സിനിമയെ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും ലഭ്യമാകുന്നുണ്ട്. കർണാടകയിൽ പടം ഹിറ്റിലേക്ക് പോകുമെന്ന് തന്നെ വിശ്വസിക്കാം. അങ്ങനെ നോക്കുന്ന സമയത്ത് വേൾഡ് വൈഡ് ആയിട്ട് ഈ ചിത്രത്തിൽ നേടിയെടുക്കാൻ സാധിച്ചത് 10,57,00,000 രൂപയാണ്. 10,57,00,000 രൂപ വേൾഡ് വൈഡ് ആയിട്ട് നേടിയ സിനിമയ്ക്ക് കേരളത്തിൽ നിന്ന് 3,65,00,000 രൂപ മാത്രമാണ് നേടിയെടുക്കാൻ സാധിച്ചതെന്ന് നോക്കുക. അതായത് ഏകദേശം 1/3 മാത്രമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്നത്. ബാക്കിയുള്ള 2 ഭാഗവും വന്നിരിക്കുന്നത് കേരളത്തിന് പുറത്തു നിന്നാണ് എന്നുള്ളത് ആവേശം എന്ന് പറയുന്ന സിനിമ
കേരളത്തിന് പുറത്ത് എത്രത്തോളം ആവേശകരമായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. കർണാടക, തമിഴ്നാട് സംഭവങ്ങളൊന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് ലഭ്യമായിട്ടില്ല. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുമ്പോൾ 10,16,00,000 രൂപ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് ആയിട്ട് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് അവിടെയും 2/3 ഭാഗവും പുറത്തു നിന്നാണ് വന്നിരിക്കുന്നത്, കേരളത്തിന് പുറത്തു നിന്നാണ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ആദ്യം ആവേശത്തിന്റെ പറഞ്ഞിരുന്നു 10,57,00,000 രൂപയാണ് ചിത്രത്തിന് വേൾഡ് വൈഡ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് എന്ന്. വർഷങ്ങൾക്ക് ശേഷം 10,16,00,000 രൂപ, ഏകദേശം 40 ലക്ഷം രൂപയുടെ മാത്രം വ്യത്യാസമാണ്, 41 ലക്ഷം രൂപയുടെ മാത്രം വ്യത്യാസമാണ് ആദ്യ ദിവസം വേൾഡ് വൈഡ് ആയിട്ട് ഈ ചിത്രങ്ങൾക്ക് നേടിയെടുക്കും കളക്ഷനായിട്ട് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതൊരു വ്യത്യാസമായിട്ട് കാണേണ്ടതില്ല. പ്രത്യേകിച്ച് ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ എന്നീ 2 രാജ്യങ്ങളിൽ ആവേശം എന്ന് പറയുന്ന സിനിമയ്ക്ക് റിലീസ് ഉണ്ട് എന്നുള്ളത് കൂടി കൂട്ടുമ്പോൾ അവിടുത്തെ റിലീസിംഗ് മാറ്റിവെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ 2 സിനിമകളുടെയും വേൾഡ് വൈഡ് കളക്ഷനായിട്ട് ഫസ്റ്റ് ഡേ വന്നിരിക്കുന്നത് ഒരേ കണക്ക് തന്നെയായിരിക്കും എന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ജയ് ഗണേഷ് എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷനായിട്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചത് 56 ലക്ഷം രൂപയാണ് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. 56 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ അത് ഈ ഒരു കാറ്റഗറിയുമായിട്ട് ആവേശം, വർഷങ്ങൾക്ക് ശേഷം എന്നീ 2 സിനിമകളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ വളരെ കുറവായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ ഒരു ശരാശരി ഉണ്ണിമുകുന്ദൻ ചിത്രങ്ങളുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ വരുന്നത് 35 ലക്ഷം മുതൽ 50 ലക്ഷം രൂപ വരെയാണ് എന്നുള്ളത് ഓർക്കാതിരിക്കുക. ഏറ്റവും സിമ്പിൾ ഉദാഹരണം, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഹിറ്റായി മാറിയ മാളികപ്പുറം എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ വന്നിരിക്കുന്നത് 42 ലക്ഷം രൂപ മാത്രമാണ്. അപ്പോൾ ആലോചിക്കേണ്ടത്, അത്ര വലിയ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയ മാളികപ്പുറത്തിന്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ 42 ലക്ഷം രൂപയാണ് എന്നുണ്ടെങ്കിൽ അത്രയും അത് കോമ്പറ്റീഷൻ ഇല്ലാതെ ഇറങ്ങിയിട്ട്, ഇത്രയും വലിയൊരു കോമ്പറ്റീഷന്റെ ഇടയിൽ ഇറങ്ങിയിട്ട് ജയ് ഗണേശ് എന്ന് പറയുന്ന സിനിമ ഫസ്റ്റ് ഡേ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 55 ലക്ഷം രൂപ നേടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. മാത്രമല്ല വലിയ രീതിയിലുള്ള പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്നത് കൊണ്ടും ഈ ഡീഗ്രേഡിങ്ങിനെയൊക്കെ മറികടക്കാൻ സിനിമയ്ക്ക് 2ാം ദിവസത്തെ ബുക്കിംഗിലായാലും ഇന്നത്തെ ബുക്കിംഗിലായാലും കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് മുന്നോട്ട് തന്നെ പോകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ ഇവിടെ നോക്കേണ്ട ഒരു കാര്യമുണ്ട്, വലിയ കോമ്പറ്റീഷൻ അപ്പുറം കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു കണ്ടീഷനിലെങ്കിലും ചിത്രം മുന്നോട്ട് തന്നെ പോവേണ്ടിയിരിക്കുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ ഫൈനൽ റിസൾട്ട് വരുമ്പോൾ അത് പരാജയത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പോൾ കാണുന്നത് പോസിറ്റീവായിട്ടുള്ള ഘടകം തന്നെയാണ്. പക്ഷെ ശക്തമായിട്ട് തന്നെ പിടിച്ചു നിൽക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ഇവിടെ എടുത്തു സൂചിപ്പിക്കേണ്ട ഒരു ഘടകമാണ്. മറ്റൊരു കാര്യം കൂടി, കമന്റുകളിലൂടെ വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അത്. എനിക്കും തോന്നി ആ പറഞ്ഞ കമന്റുകളെല്ലാം സത്യമാണ് എന്നുള്ളത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ വിജയമോ പരാജയമോ ആയിക്കോട്ടെ, പക്ഷെ ഇത് OTTയിൽ റിലീസ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളൊരു കമന്റ് കാണുകയുണ്ടായി. തീർച്ചയായിട്ടും അത് എനിക്കും തോന്നുന്നുണ്ട്. ഒരു ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ഈ ഒരു സിനിമ OTTയിൽ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള മെറ്റീരിയൽ ഈ ഐറ്റത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് പടം കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ സാധിക്കും. പടം കാണാതെ ഡീഗ്രേഡ് ചെയ്യുന്നവർക്ക് അതിനെപ്പറ്റിയുള്ള വലിയ ഗ്രാഹ്യമൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ അവർ വലിയ കാര്യമായിട്ട് തന്നെ ചിത്രത്തെ താറടിച്ച് കാണിക്കുകയും ചെയ്യും. ഇനി വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ആവേശം എന്ന് പറയുന്ന സിനിമയ്ക്കൊപ്പം തന്നെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ പിടിച്ചു നിൽക്കാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സിനിമ UAEയിൽ GCC കൺട്രീസിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് UAEയിൽ 2 സിനിമകളുടെയും മത്സരം നോക്കുമ്പോഴാണ് വർഷങ്ങൾക്ക് ശേഷം എത്രത്തോളം വലിയൊരു ഉയർച്ചയാണ് അല്ലെങ്കിൽ മാറ്റമാണ് അവിടെ നേടിയിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. UAEയിൽ ഫസ്റ്റ് ഡേ ആവേശം എന്ന് പറയുന്ന സിനിമ $5,90,000 ഫസ്റ്റ് ഡേ കളക്ഷൻ നേടിയത്. 5,90,000 രൂപ. അതിന് ഇന്ത്യൻ രൂപയായിട്ട് മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഇരുന്ന് കഷ്ടപ്പെടുക. കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ്. എന്ത് തന്നെയായാലും വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ നേടിയിരിക്കുന്നത് $7,20,000 എന്നുള്ളതും കൂടി എടുത്ത് സൂചിപ്പിക്കേണ്ടതുണ്ട്. ഏകദേശം $1,30,000 അധിക വരുമാനം. $1,30,000 എന്ന് നമുക്ക് പറയുമ്പോൾ ഏകദേശം 1.25 കോടി രൂപയോളം വ്യത്യാസം ആദ്യ ദിവസം UAEയിൽ മാത്രം നേടിയെടുക്കാൻ ആവേശം എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. കേരളത്തിന് പുറത്തുള്ള കളക്ഷനിൽ ആവേശം തന്നെയാണ്, ആവേശത്തിനേക്കാൾ അപ്പുറമായിട്ട് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ തന്നെയാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. പക്ഷെ കേരള ബോക്സ് ഓഫീസിൽ ഫോട്ടോ ഫിനിഷിംഗ് ആണെങ്കിൽ എന്നുണ്ടെങ്കിൽ പോലും 1ാം സ്ഥാനത്ത് ആവേശം തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. എന്ത് തന്നെയായാലും ജയ് ഗണേശും ഈ ഒരു ഗണത്തിലേക്ക്, ഈ ഒരു റേഞ്ചിലേക്ക് പിടിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ബോക്സ് ഓഫീസ് കളക്ഷനിലൂടെ പ്രോഫിറ്റിലേക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇതിനകത്തൊക്കെ മറന്നു പോവാത്ത ഒരു പടമുണ്ട്.
വേൾഡ് വൈഡ് ആയിട്ട് 130 കോടിയും അടിച്ച് 132 കോടിയായി എന്നാണ് റിപ്പോർട്ടുകൾ. ആടുജീവിതം നോട്ട് ഔട്ട് ആയിട്ട് നിൽക്കുന്നു. ഇവർക്കൊപ്പം തന്നെ ശക്തമായിട്ടുള്ള മത്സരം ഈ ഒരു സമയത്തും ചിത്രം കാഴ്ചവെക്കുന്നു. വേൾഡ് വൈഡ് കളക്ഷനിൽ ഇപ്പോഴും 4 കോടിക്ക് അടുത്ത് ഓരോ ദിവസവും നേടിക്കൊണ്ടിരിക്കുന്ന ആ സിനിമ 200 കോടി എന്നുള്ള മാർജിൻ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിന് സാധിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.